അങ്ങനെ നമ്മുടെ നാടിന്റെ അഭിമാനമായ ക്ലബിന്റെ കൊടിയേറ്റം കഴിഞ്ഞു. ഇനി കാത്തിരിപ്പിന്റെ 10 നാൾ. അതേച്ചു, അത്തമ്പത്തിന് പോലും ഇന്ന് മുതൽ പൂക്കളം ഇട്ട് തുടങ്ങണം. ആദ്യത്തിന് പൂക്കള് കോയന്റെ വകയാണ് കേട്ടാ. സന്തോഷം. അച്ചോ, പണ്ട് അതിർത്തിയില് ഇതേമാതിരി ഒരു അത്തം പൊക്കോട്ടെ. അച്ചോ, ഞാനങ്ങോട്ട്. ശരി. കോയൊക്കെ ഇത് കേക്കണം. അച്ചോ, നമ്മൾ കൊണ്ടേട്ടാ. വരും വരും. നമ്മളൊരു സത്യം പറഞ്ഞാൽ കേക്കാൻ ഇവിടെ ആരുണ്ട്? ശശി, ഹലോ. ഹലോ, തിരുമനസല്ലേ? അല്ല, തിരുമനസ് ഉറക്കത്തിലാണ്. ക്ലബിന്റെ സെക്രട്ടറിയെ വിളിക്കുന്നത്. തിരുമനസ് നേരത്തെ ഓണത്തിന് എത്തുമല്ലോ അല്ലേ? പിന്നെന്താ, ഉറപ്പായിട്ട് എത്തും. ശരി, ഓക്കെ. ശരി ശരി. തിരുമനസേ, എന്താ മന്ത്രി, നാം ഒന്ന് ഉറങ്ങട്ടെ, ശല്യപ്പെടുത്താതിരിക്കൂ. കഴിഞ്ഞ വർഷത്തെ പോലെ ക്ലബിന്റെ കൊടിയേറ്റ് കഴിഞ്ഞു. തിരുമനിക്ക് ക്ഷണവും എത്തി. തിരുമനിയെ മുങ്ങണിക്കാൻ നാടും നാട്ടോരും ഒരുങ്ങി കഴിഞ്ഞു. ഇന്നലത്തെ പോലെ തോന്നുന്നു അല്ലേ മന്ത്രി? ഇന്ന് അത്ത 1, ഇനി 10 നാൾ കൂടി ഉണ്ടല്ലോ. നാട്ടിലെ പുതിയ ഭരണ രീതികളൊക്കെ നോമിന്റെ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നാം ചെയ്തോട്ടെ. ആവാ. അങ്ങനെ പാതാളത്തിൽ നിന്നും എൻ്റെ പ്രജകളെ കണ്ണിറെ കാണാൻ കൊതിയായി. മന്ത്രി, എത്ര പെട്ടെന്ന് ഓരോ വർഷവും കടന്നു പോകുന്നത്. മന്ത്രി, നാം ഇപ്രാവശ്യം ഇങ്ങനെ പോയാലോ? എന്താ മന്ത്രിയുടെ അഭിപ്രായം? കൊള്ളാം, പ്രജകൾക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഇനി കേരളത്തിലേക്ക്. അല്ല, വെടെല്ലാം കരിക്ക് നോക്കി 2 എണ്ണം അങ്ങ് വിട്ട്. പിന്നെന്താ? നിക്ക്, എനിക്ക് അത്ര വിടലേ വേണ്ട. ഒരു ഇളവ് നോക്കി ഇങ്ങെടുത്താൽ മതി. ആയിക്കോട്ടെ, കാശുണ്ടാ കയ്യിലേ? അതിനല്ലേ നമ്മൾ ഓണപ്പിരിവ്. ചേട്ടൻ എത്ര പിരിവെഴുതണ്ടേ പറഞ്ഞോ? നമ്മുടെ ക്ലബിന്റെ പിരിവല്ലേ? കേളു ആശാന്റെ വകയായിട്ട് ഒരു 200 രൂപ അങ്ങ് എഴുതി. അല്ല, ഇത് ഏത് പിരിവിന്റെ കാര്യം ഇത് പറയുന്നത്? നമ്മളെ ക്ലബിന്റെ പിരിവ്. 1 രൂപ പോലും കൊടുത്തു പോരുത്. എവിടെ പിരിവുണ്ടെങ്കിലും രസീതുമായിട്ട് ഇറങ്ങിക്കൊള്ളും. കുറെ എണ്ണം. കേളിച്ചോട്ടാ, മുമ്പ് ചുമ്മാ പറയാണ്. ആണോ മുമ്പേ? കഴിഞ്ഞ പിരിവിന് എത്രയാ പിരിച്ചു തിന്നത്? അതുകൊണ്ടല്ലേ തന്നെ കമ്മിറ്റിയിൽ നിന്ന് പിരിച്ചു വിട്ടത്. ഇനി മിണ്ടിയ എല്ലാത്തിനും ഇടിച്ച് കൂട്ടിക്കളയും. പിരിവിന്റെ പേരും പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ തമ്മിൽ തല്ലുന്നു. കഷ്ടം തന്നെ. ഇങ്ങനെ വേണം പെൺകുട്ടികളായി. എല്ലാത്തിന്റെയും വായടഞ്ഞല്ലോ. ശരിയാ, താടി പോത്തന്മാര്. നിങ്ങളൊരു കാര്യം ചെയ്യ്, യൗമാരെ കൂടി കൂട്ടിക്കോ പിരിവിനായിട്ട്. പോറ്റി പറഞ്ഞാൽ കാര്യമുണ്ട്. ഇപ്രാവശ്യത്തെ പിരിവിന് ഉമ്മാരകളെ കൂട്ടിക്കോളി. കോയക്ക, മനുഷ്യരല്ലേ പുള്ളേ, തെറ്റുകളൊക്കെ സംഭവിക്കും. അങ്ങ് വിട്ടുകളയും. എന്നാലും ഒരെന്നാലും ഇല്ല. എല്ലാരും കൈ കൊടുത്തേ. കൊടുമക്കളെ കൈ. സർ,
ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു റെസ്റ്റും ഇല്ല, ഒരു ലീവും ഇല്ല ആർക്കും. സാർ എനിക്ക് തനിക്ക് ലീവില്ല. സാർ എൻ്റെ ഭാര്യ 4ാമത്തെ പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും കൂടെ വേണമെന്ന് അവളുടെ വാശി. സാർ ഒന്ന് സഹായിക്കണം. ഇപ്പോഴെങ്ങാനും നിർത്തുവോ? ഒരു പെൺകുഞ്ഞ് കിട്ടിയാൽ അപ്പോൾ നിർത്തും. ശരി. സർ, സ്കൂൾ തലങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നന്നായിരിക്കും. ആ സഹദേവൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് അവൻ ഇറങ്ങിയോ? പണമുണ്ടെങ്കിൽ കഞ്ചാവായാലും MDMA ആയാലും പുറത്തിറങ്ങും. പാർട്ടിക്കാർ ക്യൂ നിൽക്കുകയല്ലേ? അത് ശരിയാ. രാത്രി ഉറക്കൊഴിഞ്ഞ് ഓരോരുത്തരെ പിടിച്ച് നമ്മളോട് കൊണ്ടുവരും, മറ്റവന്മാർ ഈസിയായിട്ട് ഇറക്കിവിടും. അതെന്തോ ആവട്ടെ, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. സാർ, ശാലിനിയുടെ കോഴിയെ കെട്ടവനെ കിട്ടിയോന്ന് ശാലിനി ചോദിച്ചു. ആനക്കാര്യത്തിനിടയില അവളുടെ ഒരു കോഴി. പിന്നെ കോഴിയെ കെട്ടവനെ പിടിക്കുന്ന കാര്യം തന്നെ അങ്ങേപ്പിച്ചിരിക്കുക. അവളുടെ ഒരു കോഴി. സാർ, കേസിന്റെ മാത്രം പുറകെ പോയാ മതിയോ? പിന്നെ ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണ്ടേ? തുടങ്ങണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്റെ ഒരു ഏകാംഗ തിരുവാതിര ഉണ്ടായിരിക്കും. കഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണപരിപാടി ക്യാൻസൽ. അത് വേണോ? ഇപ്രാവശ്യം മാവേലി ഞാൻ തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ഓണത്തെ പോലെ ഈ ഓണത്തിന് ആരാ എനിക്ക് ഓണക്കൊടി വാങ്ങിച്ചിരുന്നേ? ഞാൻ ഏറ്റു. ഞാനും. ഓ, ഒരുത്തരും ഒന്നും വാങ്ങണ്ട. എല്ലാം ഞാൻ ഏറ്റു. സ്നേഹയ്ക്ക് എന്റെ കൂടെ ഡ്യൂട്ടി. സംശയമായ രീതിയിൽ ആരെ കണ്ടാലും തൂക്കിയിരിക്കണം. യെസ് സർ. ഹലോ, സ്കൂളിലെ കരാട്ട മാഷ ഇങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കാര്യം എന്തായിരിക്കും? കരാട്ട പഠിപ്പിക്കേണ്ട സമയത്താണ് ബിസിനസ്. സാർ, എത്രയോ സ്കൂളുകളിൽ ഇതുപോലെ ബിനാമി ഉണ്ടായിരിക്കാം. കുട്ടികളുടെ കാര്യം കഷ്ടം. ഇനി നീ കുറച്ചു കാലം സുഖവാസ കേന്ദ്രത്തിൽ പോയി കേടാ. കേടോ അങ്ങോട്ട്, കേടോ. അവന്റെ ഒരു കൊഞ്ചം. മന്ത്രി, അല്പനേരം ഒന്ന് ഇരുന്നാലോ? ഓ, ഞാനതൊന്ന് പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് വിശ്രമിക്കാം. നേരം പുലർന്നിട്ട് യാത്രയാവാം. ബാ. തിരുമനസേ, ഒരു പൊതി. നമ്മുടെ വിശപ്പറിഞ്ഞ് മഹാദേവൻ കനിഞ്ഞ് അനുഗ്രഹിച്ചതായിരിക്കും. അതിങ്ങ് എടുത്തേ മന്ത്രി.
സത്യം തന്നെ. മഹാദേവൻ നമുക്ക് തന്നതാണ്. നല്ല വിശപ്പ്, കഴിച്ചിട്ടാവാം. ഫാൻസി ഡ്രസ് വിട്ട് MDMA കടത്തല് അല്ലടാ. എടോ താൻ ആരോട് സംസാരിക്കുന്ന അറിയാവോ? ഇതേ തിരുമനസ്. തിരുമനസാവന്റെ ഈ രണ്ടെണ്ണത്തിനെ എടുത്ത് വണ്ടി കയറ്റടോ. എടോ അത് എന്റെ ഡയലോഗല്ലേ. സോറി സാർ, സോറി. ആ ശരി ഉമ്മ രണ്ടിനെ എടുത്തങ്ങ് വണ്ടി കയറ്റി. പിടിക്കണ്ട, നാം കയറിക്കോളാം. ഇതാ ഡേയ് ഈ കൊടയും തടിയും കൂടെ എടുത്തോ. ദേ പോലീസുകാരാ, ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. നോം ഫ്രണ്ടിൽ എങ്ങാനും ഇരുന്നോളാം. പിന്നെ പറഞ്ഞ സമയത്ത് അതെ. എനിക്ക് എല്ലാം വെച്ച് കൊണ്ടുപോകും. പിരിവൊക്കെ എടുത്ത് തിരുമനസല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങോട്ട്. അവന്റെ മാറി നിൽക്കണോ. എല്ലാം വെളിയേറെ. പോട്ടെ. ഇറങ്ങി. എല്ലാവരും വെളിയിൽ. നാട്ടുകാരോടെ കൂടി കൊണ്ടാ പറയണത്. മഹാബലിയുടെ വേഷവും MDMA കടത്തലും. എടോ ഞാൻ തിരുമനസാ. ഈ വേഷത്തിൽ കൈവയ്ക്കാനും തോന്നുന്നില്ല. എടോ നിയമപാലക, ഈ നിൽക്കുന്നത് തിരുമനസ് തന്നെയാ. പണ്ട് കേരളം ഭരിച്ചിരുന്ന സാക്ഷാൽ മഹാബലി തമ്പുരാൻ. മാവേലി സാറേ ഈ നിൽക്കുന്ന തിരുമനസ് തന്നെയാണ്. ഫാദർ പറയുന്നത് വിശ്വസിക്കും സാറേ. ക്ലബിന്റെ ക്ഷണ സ്വീകരിച്ച് വന്നതാണ്. നിങ്ങൾ തൂക്കിയത് ഒത്ത്. അതെ. സാറെന്താ ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലും ഒന്ന് പറ സാറേ. പറയാം. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇത് തിരുമനസ് ആണെങ്കിൽ എങ്ങനെ ആ MDMA പൊതി തിരുമനസിന്റെ കയ്യിലെത്തി? അതോ നാം പറയാം. താൻ ഈ കയ്യിലോട്ടൊന്ന് കൈവച്ചേ. തിരുമനസ് ക്ഷമിക്കണം, അറിവില്ലാതെ പറ്റിപ്പോയതാണ്. സാരമില്ലടോ, പോലീസുകാരായാൽ ഇങ്ങനെ വേണം. മോഹം നോക്കാതെ നടപടിയെടുക്കണം. നോമേറെ സന്തുഷ്ടനായി. അപ്പോ എനിക്ക് കിട്ടിയത് തിരുമനസേ. സാരമില്ല മന്ത്രി, ഇത് സ്ഥിരമല്ലേ. വേസ്റ്റ് കൂടെ നിർത്തിയിട്ടുണ്ട് അമ്മ രണ്ടുപേരെ. പണി വരുന്നുണ്ടല്ലോ സാറേ. ശരിയാ. അത് സാരമില്ലടോ. പണ്ട് ഈ കേരളം ഭരിച്ചിരുന്ന തിരുമനസാണ് ഞാൻ. ഈ രണ്ട് ഗുണ്ടകളെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ടോ. കേരളം നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലഹരി വിമുക്ത കേരളമാക്കാൻ. കോടികളുടെ നഷ്ടമാണ് നീക്ക് വരുത്തി വെച്ചത്. എന്തായാലും ഞങ്ങളകത്ത് പോകും. അങ്ങനെയാണെങ്കിൽ നീയൊന്നും ജീവിച്ചിരിക്കണം. അടിച്ചു കൊല്ലാവുമാരെ. തിരുമനസേ, പിള്ളേരുടെ ഒരു തമാശയുണ്ട്. കൊല്ലു അത്ര, അതും തിരുമനസ് ഇവിടെ ഉള്ളപ്പോ. നിങ്ങളെല്ലാം ഒന്ന് റെസ്റ്റ് എടുത്തേ. മന്ത്രി, നോം തുടങ്ങി വെക്കാം. താൻ കൂടെ വേണം. ആയിക്കോട്ടെ. ഇനി നമ്മുടെ ക്ലബിന്റെ ഓണാഘോഷം. ഓണപ്പാട്ടും പാടി ഓലക്കുടയും ചൂടി
മാവേലി തമ്പുരാന്റെ നന്നായിട്ട്. ഞാനേ പണ്ട് ഡെറാഡൂണിലായിരുന്ന സമയത്ത് ബ്രിഗേഡിയർ ആയിരുന്നപ്പോൾ ഓണം ഇങ്ങനെയല്ലായിരുന്നു. അങ്ങേര് തുടങ്ങി. കഷ്ടം തന്നെ. നോമിന് പോവാൻ സമയമായി. എല്ലാ പേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നോക്കി നിൽക്കാതെ പറയടാ മക്കളെ ഓണാശംസകൾ. Happy ഓണം.